ഹലോ, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് കണ്ടാലോ? ആദ്യമേ തുണി രണ്ടായി ഫോൾഡ് ചെയ്ത് നന്നായി അയൺ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന നൈറ്റി ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഷോൾഡർ 12.5 ഇഞ്ച്, ചെസ്റ്റ് 34, വെയ്സ്റ്റ് 32, ഹിപ്പ് 38. ചെസ്റ്റിൻ്റെ ഒപ്പം ഞാൻ എപ്പോഴും 4 ഇഞ്ചാണ് ആഡ് ചെയ്യാറ്. 34 ചെസ്റ്റ് അളവുണ്ടെങ്കിൽ നമ്മൾ 4 ഇഞ്ചും കൂടി അഡീഷണലായിട്ട് ചേർക്കണം. അപ്പോൾ 38 കിട്ടും. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9.5, അതായത് 9.5 ഇഞ്ച്. വെയ്സ്റ്റ് 32, അതിൻ്റെ ഒപ്പം 2 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. കാരണം നമുക്ക് വെയ്സ്റ്റിൻ്റെ അവിടെ ഒരു ഷേപ്പ് വന്നാലേ നമുക്ക് ആ ഫ്രോക്കൊക്കെ ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം 32 പ്ലസ് 2 34, അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 8.5 ഇഞ്ച്. ഹിപ്പിൻ്റെ ഒപ്പം 4 ഇഞ്ച് ആഡ് ചെയ്യണം. കാരണം അമ്മമാരൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രസവശേഷം ഇച്ചിരി വയറൊക്കെ ഉണ്ടാകും. അപ്പോൾ വയറിൻ്റെ വരുമ്പോൾ പിടുത്തം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് ആഡ് ചെയ്യണേ. നമുക്കപ്പോൾ 42 കിട്ടും. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 10.5 ഇഞ്ച്. ഇതാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് കേട്ടോ. തുണി അയൺ ചെയ്ത ശേഷം രണ്ടായി മടക്കിയിട്ട് അറ്റത്തുള്ള വേരിയേഷനൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റായിട്ട് വരച്ച് നമുക്ക് ആദ്യം തന്നെ ഫ്രില്ലിനുള്ളതാണ് കട്ട് ചെയ്യണത്. ഞാനിപ്പോൾ ഫ്രില്ലിന് കൊടുക്കുന്നത് 7 ഇഞ്ചുള്ള ഫ്രില്ലാണ് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 8 ഇഞ്ചിൽ നമുക്കിതുപോലെ 8 ഇഞ്ച് അടയാളപ്പെടുത്തി സ്കെയിൽ വെച്ച് വരച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള 2 പോർഷനിലേക്കുള്ളത് ഓരോ സെറ്റ് വീതമാണ് നമുക്ക് കിട്ടണത്. ഇനി നമുക്ക് ഇത് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്കുള്ള ഓരോന്നാണ് കേട്ടോ. അത് വരച്ചാക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് തുണി ഒന്ന് നിവർത്തി താഴത്തെ തുണി അങ്ങോട്ട് മാറ്റിയിട്ട് ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്ന ആ പീസ് സെൻറ്റർ വെച്ച് കട്ട് ചെയ്ത് മറ്റേതിൻ്റെ ഒപ്പം നമുക്ക് അടിച്ച് ചേർക്കാനുള്ളതാണ്. അതിനുശേഷം തുണിയെ ഒന്നും കൂടി നമ്മൾ മടക്കി വേരിയേഷൻ ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ ടേബിളിൽ വിരിച്ചിടുക. ചുളുക്കെല്ലാം മാറ്റി കറക്റ്റാക്കി വിരിച്ചിടുക. ഇപ്പം നമ്മൾ ക്യാമറയിൽ കാണുന്ന ഈ വശമാണ് ഫോൾഡ് ചെയ്തത്. ഫോൾഡ് ചെയ്ത വശത്തു നിന്നാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് സ്ലീവിനുള്ള തുണിയും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടും. താഴേന്ന് നമുക്ക് 45 ലെങ്ത്താണ് നൈറ്റി ഫ്രോക്കിനുള്ളത്. അതിൽ നമ്മൾ 7 ഇഞ്ച് ഫ്രില്ലിൻ്റെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ അളന്നെടുത്ത് വരയ്ക്കുക. ഈ വരച്ചാക്കുന്നതിലാണ് നമ്മൾ ഷോൾഡറൊക്കെ അടയാളപ്പെടുത്താൻ പോകുന്നത്. 6.5 ഇഞ്ച് ഷോൾഡർ തന്നെയാണ് നമ്മൾ കൈക്കുഴിയും കൊടുക്കുന്നത്. നമ്മിനി നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് എല്ലാനും തുണിയിലേക്ക് വരച്ചെടുക്കുക. ഒന്നര ഇഞ്ച് കൈക്കുഴിയുടെ അവിടെ കൊടുത്തിട്ട് താഴേക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് വെയ്സ്റ്റ് ലെങ്ത്ത് 13, ഹിപ്പ് ലെങ്ത്ത് ഞാൻ 19 കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെയ്സ്റ്റിൻ്റെ റൗണ്ട് വരച്ചെടുക്കുക. 8.5, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ചെസ്റ്റിൻ്റെ ഞാൻ ആദ്യം അടയാളപ്പെടുത്താൻ വിട്ടുപോയായിരുന്നു. 9.5 നമ്മൾ ചെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. അതിൻ്റെ ഒപ്പം അഡീഷണലായിട്ട് 1.5 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ്. ഹിപ്പിൻ്റെ 10, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. സ്ലീവ് ഞാൻ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. 7 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവും ഒരു പഫാണ്, ചെറിയൊരു പഫും കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ സ്ലീവ് 2.5 ഇഞ്ച്
ഗ്യാപ്പിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. സ്ലീവ് റൗണ്ട് കൊടുക്കുന്നത് 6.5 1.5 ഇഞ്ചും അവിടെയും തയ്യൽ തുമ്പിടുന്നുണ്ട്. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ 6.5, കൈക്കുഴി 6.5, അവിടെ നിന്ന് 1.5 ഇഞ്ച് കൊടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് അതിൻ്റെ ഒപ്പം 1.5 ഇഞ്ച് ഡൗൺ എക്സ്ട്രാ കൊടുത്ത് താഴേക്ക് ഡൗൺ ചെയ്ത് വരച്ച് അവിടെ നിന്ന് താഴെ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് വരച്ച് ഇതുപോലെ ചരിച്ച് വരച്ചെടുക്കണം. കാരണം നമ്മൾ നൈറ്റി ഫ്രോക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ 2 സൈഡിലും ഇങ്ങനെ തൂങ്ങിയ പോലെ കിടക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കയറ്റി 2 ഇഞ്ച് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൂങ്ങിയൊന്നും കിടക്കില്ല. ഇനി ഞാൻ നമ്മൾ നോർമൽ സ്ലീവിൻ്റെ വരച്ച് വെച്ചാക്കണതാണ്. അതിൽ നിന്ന് പഫിന് വേണ്ടിയിട്ട് നമ്മൾ ആ വരയിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പഫിന് വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ ചെറിയൊരു പഫ് മതി നമുക്ക്. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നോർമൽ സ്ലീവിന് ചെയ്ത പോലെ തന്നെ വരച്ചെടുക്കുക. അത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാനും വരയിൽ കൂടി വരച്ച രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബോഡി പോർഷൻ, ഇത് സ്ലീവിന്. ഈ കാണുന്ന പോർഷനിൽ നിന്നാണ് നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈനൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് തുണി ഇത്രയും ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് വേണം നമുക്ക് നെക്കൊക്കെ വരച്ചെടുക്കാൻ. ഞാൻ എന്നിട്ട് ഒരു വി നെക്ക് സെൻറ്ററിൽ വൈറ്റ് കളർ ലേസ് കൊടുക്കുന്ന രീതിയിലാണ് നെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വിട്ടും ഒരു 8.5 ഇഞ്ച് താഴേക്ക് ഡൗൺ ചെയ്ത് വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇതുപോലെ വി വരയ്ക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി ആ വി ഒന്ന് ചെറുതായി ഒന്ന് വൈഡാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ ഒരു കഴുത്തിലേക്ക് കയറി നിൽക്കും. അപ്പോൾ അതൊന്ന് ഇച്ചിരി വൈഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ കഴുത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഞാനിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ബാലൻസായി നിൽക്കുന്ന തുണിയെല്ലാം ഒന്ന് വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്കിനി ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ആ പീസ് ഇതുപോലെ വെച്ച് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തയ്ക്കുമ്പോൾ വലിച്ചു പിടിച്ചൊന്നും തയ്ക്കരുത്. അപ്പോൾ ആ വി മലന്നു പോകും. ഇവിടെ നമ്മുടെ കൈക്കുഴി ഇച്ചിരി കുഴിച്ച് വെട്ടണം. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇച്ചിരി ഷേപ്പ് ചെയ്തൊന്ന് കുഴിച്ച് വെട്ടണം. ഞാൻ ഫ്രണ്ട് പോർഷൻ്റെ കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രില്ല് വെക്കാനുള്ളതാണ്, 3 എണ്ണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടണേ. നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന നൈറ്റി ഫ്രോക്സിൻ്റെയും ബ്ലൗസിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് ഇതുപോലെ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവരും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും അതും കൂടി കാണണം. നമുക്കെന്നിട്ട് 2 ഫ്രില്ലിന് വേണ്ടി തയ്ച്ച് വെക്കുന്ന 2 എണ്ണം മാറ്റിയിട്ട് ഒരെണ്ണം ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് അത് 2 ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ പോർഷൻ്റെ ഒപ്പം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ഫ്രില്ലിന് ഇത്തിരി വീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ.